വെൽക്കം ടു എജുസ് അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, ഒരു ഷോർട്ട് ടോപ്പിക്കാണ്. അതായത് സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റത്തിലെ ബേസിക് ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ബ്ലഡ് വെസൽസിനെ കുറിച്ചാണ്. സോ നമുക്ക് ഈ ഡിസ്കഷൻ നമ്മൾ ആക്ച്വലി ഒരു അനിമേഷൻ വീഡിയോയുടെ ഹെൽപ്പോട് കൂടിയായിരിക്കും നമ്മൾ ഇത് ചെയ്യുക. ആദ്യം നമ്മൾ ഈ അനിമേഷൻ വീഡിയോയുടെ ഹെൽപ്പോട് കൂടി നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ കണ്ടന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഒരു അനിമേഷൻ വീഡിയോയുടെ ഹെൽപ്പോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിന്റെ മെമ്മറി അല്ലെങ്കിൽ റിട്ടൻഷൻ ഓഫ് മെമ്മറി കുറച്ചുകൂടെ കൂടുതലായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ എജുസ് അക്കാഡമിയിൽ ഈ അനിമേറ്റഡ് വീഡിയോസിന്റെ ഹെൽപ്പോട് കൂടി പഠിപ്പിക്കുന്നത് കേട്ടോ. സോ നമുക്ക് ജസ്റ്റ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമുക്ക് കുറെ ബ്ലഡ് വെസൽസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് പൈപ്പ് പോലെ നമുക്ക് കണ്ട ഇവിടെ നോക്കുമ്പോൾ അറിയാലേ കേട്ടോ, പൈപ്പ് പോലെയുള്ള ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് ഉണ്ട് കേട്ടോ, പൈപ്പ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ ഇതിലൂടെയാണ് നമ്മുടെ ബ്ലഡ് ക്യാരി ചെയ്യപ്പെടുന്നത് അല്ലേ. സോ നമുക്ക് രണ്ട് തരത്തിലുള്ള ബ്ലഡ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന് ഓക്സിജൻ ഏറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ റിച്ച് ബ്ലഡും, രണ്ടാമത്തേത് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് ഓക്സിജൻ കുറവ് അല്ലെങ്കിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ട് ഉള്ള ബ്ലഡ്. സോ എല്ലാവർക്കും അറിയാം എന്താണ് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാർട്ടിൽ നിന്ന് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് അല്ലെങ്കിൽ ബോഡി ഓർഗൻസിലേക്കാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സോ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസൽസിന് നമ്മൾ എന്ത് പറയും? യെസ്, നമ്മൾ ആർട്ടറീസ് എന്ന് പറയും അല്ലേ. സോ അതാണ് നമ്മൾ ഈ ഒരു അനിമേഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ബേസിക് ആയിട്ട് നമ്മുടെ ആർട്ടറീസിനെയാണ്. അതായത് നമുക്ക് കണ്ടോ, നമ്മുടെ ഈ ബ്ലഡ് വെസൽസ് നമ്മുടെ ശരീരത്തിൽ ഏത് ഒരു ടിഷ്യൂ വർക്ക് ചെയ്യണമെങ്കിലും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ വേണം അല്ലെ. അപ്പം നമ്മുടെ അതായത് ഹെഡ് ടു ടോ, നമ്മുടെ തല മുതൽ കാൽപാദം വരെയും എല്ലായിടത്തും ഈ ഒരു നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് ഉണ്ട്. അതിൽ നമ്മൾ ഇപ്പം ഈ അനിമേഷൻ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ ആർട്ടറീസ് ആണ് കേട്ടോ. അതായത് പ്യുവർ ബ്ലഡ് ആണ് അല്ലെങ്കിൽ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആണ് ഈ ആർട്ടറീസ് ക്യാരി ചെയ്യുന്നത്. സോ ഈ ആർട്ടറീസിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ആർട്ടറീസിന്റെ തൊട്ടടുത്ത് തന്നെ വെയിൻസും ഉണ്ടാകും കേട്ടോ. അത് നമ്മൾ നെക്സ്റ്റ് വ്യൂവിൽ നമ്മളത് കാണും. സോ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നാണ്. നമ്മുടെ ബോഡി പാർട്സിൽ എല്ലായിടത്തും നമുക്ക് ബ്ലഡ് വെസൽസ് ഉണ്ട്. അതിൽ ഓക്സിജൻ റിച്ച് ബ്ലഡ് ക്യാരി ചെയ്യുന്നത് ആർട്ടറീസ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വെയിൻസ് ഉണ്ടല്ലേ. സോ നമുക്ക് ഈ ഒരു ഡയഗ്രം നോക്കിക്കേ, എല്ലാ ആർട്ടറീസിന്റെ കൂടെ തന്നെ നമുക്ക് വെയിൻസും ഉണ്ട്. അതായത് വെയിനിനെ ഇവിടെ ബ്ലൂ കളറിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ റീസൺ എന്താണ്? അത് ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ക്യാരി ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇതിനെ ബ്ലൂ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നോക്കിക്കേ, എല്ലാ ആർട്ടറീസിന്റെ കൂടെ ചേർന്ന് തന്നെ ഈ വെയിൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നഴ്സസ് നമ്മൾ സാധാരണ IV കാനുലേഷൻ ഒക്കെ ചെയ്യുമല്ലോ, അതായത് വെയിനിൽ കാനുലേഷൻ ഒക്കെ ചെയ്യും. അപ്പൊ എന്താണ് നമുക്ക് ആദ്യം കിട്ടുക എന്തായിരിക്കും? യെസ്, നമ്മൾ കാനുലേഷൻ ചെയ്യുക സാധാരണ എക്സ്ട്രിമിറ്റീസിലൊക്കെയാണ് അല്ലേ. സോ നമുക്ക് ആദ്യം കിട്ടുക വെയിൻസ് ആയിരിക്കും കണ്ടോ മുകളിൽ. അതായത് സൂപ്പർഫിഷ്യലി എപ്പോഴും നമുക്ക് കിട്ടുക വെയിൻസ് ആയിരിക്കും കണ്ടോ. അതാണ് ഈ സൂപ്പർഫിഷ്യലി ബ്ലൂ കളറാണ് നമുക്ക് കാണാൻ പറ്റുക. അതൊന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് അതിന്റെ തൊട്ട് താഴെ തന്നെ ഈ ആർട്ടറീസും കാണാം, അല്ലെങ്കിൽ റെഡ് കളറിലുള്ള ആർട്ടറീസും കാണാം. സോ അതാണ് മെയിൻലി ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് പൾമിനറി സർക്കുലേഷൻ. എന്താണ് പൾമിനറി സർക്കുലേഷൻ എന്ന് പറയുന്നത്? അതായത് പൾമിനറി ആർട്ടറീസ് ഉണ്ട്, പൾമിനറി വെയിൻസ് ഉണ്ടല്ലേ. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടറി പ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ റിച്ച് ബ്ലഡ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അതേസമയം പൾമിനറി ആർട്ടറി വന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് നമുക്ക് ഇവിടെ കാണാം കണ്ടോ, ഈ ഡയഗ്രാം എനിക്ക് മാറിപ്പോയതല്ല, ഇവിടെ ബ്ലൂ കളറിൽ കാണുന്നത് ഇത് പൾമിനറി ആർട്ടറി ആണ്. കാരണം എന്താണ്? അത് ഡീ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ടുള്ള ബ്ലഡ് ആണ് ഈ പൾമിനറി ആർട്ടറീസ് ക്യാരി ചെയ്യുന്നത്. സോ പൾമിനറി ആർട്ടറീസ് എവിടെ നിന്നാണ് എറേസ് ചെയ്യുന്നത്? എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ എവിടെ നിന്നാണ്? റൈറ്റ് വെൻട്രിക്കിൾ. ഇത് നമ്മുടെ റൈറ്റ് ഏട്രിയം ആണ്, ഇത് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ ആണ്. സോ ഈ റൈറ്റ് വെൻട്രിക്കിൾ നിന്നാണ് ഈ പൾമിനറി ആർട്ടറീസ് എറേസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും എങ്ങനെയാണ് ഞാൻ അതിന്റെ പോസ്റ്റീരിയർ വ്യൂ എടുക്കുക, അതായത് അതിന്റെ തിരിച്ചു വെച്ചിട്ടുള്ള അതിന്റെ ബാക്ക് സൈഡ് വ്യൂ. നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക്, ഇത് നമ്മുടെ നട്ടൽ നിന്ന് നമ്മൾ പറയും അല്ലേ, നമ്മുടെ വെർട്ടിബ്ര. സോ ആ വെർട്ടിബ്ര ഇവിടെ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല, കാരണം ഇവിടെ ബ്ലഡ് വെസൽസ് ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ നിന്ന് എറേസ് ചെയ്യുന്ന പൾമിനറി ആർട്ടറീസ് ആണ് ഈ ബ്ലൂ കളറിൽ കാണുന്നത്. സോ പൾമിനറി ആർട്ടറീസ് ആണ് നമ്മുടെ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ നിന്ന് അത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, അത് ലങ്സിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെ. സോ നമുക്ക് ഇനി അടുത്ത് പൾമിനറി വെയിൻസിനെ കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഞാൻ പൾമിനറി ആർട്ടറീസിനെ ഒന്ന് മാറ്റുവാണേ. സോ പൾമിനറി വെയിൻസ് എവിടെയാണ് എൻ്റർ ചെയ്യുന്നത്? പൾമിനറി ആർട്ടറീസ് എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലാണ് അല്ലേ. കേട്ടോ, ഇതാണ് ലെഫ്റ്റ് ഏട്രിയം. ഈ ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ് നമ്മുടെ ഈ പൾമിനറി വെയിൻസ് എൻ്റർ ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ ആന്റീരിയർ വ്യൂ ആണ്, അതായത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഇത്, അതായത് പൾമിനറി ആർട്ടറീസ്. സോ അതിന്റെ പോസ്റ്റീരിയർ വ്യൂ, അതിന്റെ ബാക്ക് വ്യൂ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. കേട്ടോ, അതിന്റെ പൾമിനറി
വെയിൻസ് കണ്ടോ നമ്മുടെ ലെഫ്റ്റ് എട്രിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഇതുപോലെയാണ്. സോ ഇതാണ് ബേസിക്കലി നമ്മുടെ സർക്കുലേഷൻ വരുന്നത്. അതായത് സിസ്റ്റമിക് സർക്കുലേഷനിൽ ആർട്ടറീസ് വെയിൻസ് ഉണ്ട്, പൾമിനറി സർക്കുലേഷനിലും പൾമിനറി ആർട്ടറിയും പൾമിനറി വെയിൻസും ഉണ്ട്. അതുകൂടാതെ ഇനി നമ്മളെ ടിഷ്യൂ പെർഫ്യൂഷൻ ഒക്കെ നടക്കണം. അതായത് ബ്ലഡ് നമ്മുടെ രക്തക്കുഴലിൽ കൂടെ ഇങ്ങനെ ഓടിയാൽ മാത്രം പോരാ, നമ്മൾക്ക് ആവശ്യമുള്ള സെൽസില് അല്ലെങ്കിൽ ആവശ്യമുള്ള ടിഷ്യൂസില്, സെൽസും ടിഷ്യൂസും തമ്മിലുള്ള വ്യത്യാസം അറിയല്ലേ? സെൽസ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ കോശങ്ങളാണ്, കുറെ സെൽസ് ഒരുമിച്ച് ചേർന്നിരിക്കുന്നതിനാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. സോ അപ്പം ഈ സെല്ലിനും ടിഷ്യൂസിനും ഒക്കെ അതിന് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷനിങ് നടക്കണമെങ്കിൽ അവിടെ ഓക്സിജന്റെയും ബാക്കിയുള്ള ന്യൂട്രിയൻസിന്റെ ഒക്കെ സപ്ലൈ വേണം അല്ലെ? സോ അതിന്റെ സപ്ലൈയും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ എങ്ങനെ നടക്കുന്നത്? അതിനുവേണ്ടിയാണ് നമുക്ക് ആർട്ടറി ഉണ്ട്, പിന്നെ അതിന്റെ ചെറിയ ബ്രാഞ്ചസ്, അതായത് മെയിൻ ആയിട്ടുള്ളത് ആർട്ടറി ആണ്. ആർട്ടറി പിന്നെ എന്ത് ചെയ്യും, ചെറുതായിട്ട് ബ്രാഞ്ച് ചെയ്തിട്ട് ആർട്ടീരിയോൾ ഉണ്ടാവും കണ്ടോ, നമുക്ക് ഇവിടെ കാണാം. അതായത് ആർട്ടറി കുറച്ചു വലിയ പൈപ്പാണ്, അതിൽ നിന്ന് കുറച്ചുകൂടെ ചെറിയ പൈപ്പാണ് കണ്ടോ ആർട്ടീരിയോൾ. ഈ ആർട്ടീരിയോൾ എവിടെയാ പോയി എൻഡ് ചെയ്യുന്നത് കണ്ടോ, ഒരു നെറ്റ്വർക്ക് ഓഫ് സ്ട്രക്ചർ, അതായത് ഒരു മെഷ് പോലെ അല്ലെങ്കിൽ വല പോലെയുള്ള സ്ട്രക്ചർ ഉണ്ടല്ലോ. സോ അതെന്താണ്, കാപ്പിലറി ആണ്. അപ്പോ ഈ കാപ്പിലറി എന്ന് പറയുന്നത്, ഈ കാപ്പിലറി ഉണ്ട്. സോ ഇതിന്റെ കാപ്പിലറിയുടെ തൊട്ടടുത്ത് എന്തുണ്ട്, നമുക്ക് സെൽസ് ഉണ്ട്. സോ ഈ എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജനും എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസും ഒക്കെ നടക്കുന്നത് ഈ കാപ്പിലറി ലെവലിലാണ്. സോ അതുകൊണ്ട് ഇതിനൊക്കെ വേറെ വേറെ പേരുണ്ട്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തിയറി പാർട്ടിൽ പഠിക്കും കേട്ടോ. സോ ആർട്ടറി ഉണ്ട്, ആർട്ടീരിയോൾസ് ഉണ്ട്, പിന്നെ കാപ്പിലറി ഉണ്ട്. അതുപോലെ തന്നെ വെയിൻ എന്തുണ്ട്, വെയിൻ ഉണ്ട്, വെന്യൂൾസ് ഉണ്ട്, പിന്നെ അത് എൻഡ് ചെയ്യുന്നത് കാപ്പിലറീസിലാണ്. സോ ഇതാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് പറയുക. ഇനി അടുത്ത് നമ്മൾ കാണുന്നത് ഇതിന്റെ ബ്ലഡ് ഫ്ലോ ആണ്. അതായത് എങ്ങനെയാണ് ഈ ബ്ലഡ് നമ്മുടെ ടിഷ്യൂസിൽ എത്തുന്നത്. സോ നമ്മുടെ ആർട്ടറി ഞാൻ പറഞ്ഞു, ഹാർട്ടിൽ നിന്നാണ് ആർട്ടറി എറൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഓക്സിജന്റെ ബ്ലഡ് വരുന്നത് ഹാർട്ടിൽ നിന്നാണ്. സോ അവേ ഫ്രം ദ ഹാർട്ട്, അതുകൊണ്ടാണ് ഇതിന് ആർട്ടറി എന്ന് പറയുക. സോ ആർട്ടറിയിൽ നിന്ന് വരുന്ന ബ്ലഡ് ഇത് ആർട്ടീരിയോൾസിലോട്ട് പോയി, ആർട്ടീരിയോൾസിൽ നിന്ന് അത് കണ്ട കാപ്പിലറീസിലേക്ക് പോയി. സോ കാപ്പിലറീസിലാണ് ഇതിന് ശരിക്കുള്ള എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്സിജൻ ടിഷ്യൂസിന് കൊടുത്തിട്ട് തിരിച്ച് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ച് വെയിൻസിലേക്ക് പോകുന്നു. വെയിൻസ് കൂടെ പോകുന്ന ബ്ലഡ് എവിടെ പോകുന്നു, നമ്മുടെ റൈറ്റ് എട്രിയത്തിൽ പോകും അല്ലെ? റൈറ്റ് എട്രിയത്തിൽ നിന്ന് അത് റൈറ്റ് വെൻട്രിക്കിളിൽ പോകും, പിന്നെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പിന്നെയും തിരിച്ച് നേരെ ലങ്സിലേക്ക് പോകും. നെക്സ്റ്റ് ഒരു വീനസ് വാൽവ് ഉണ്ട്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ DVT ഡിസ്കസ് ചെയ്തപ്പോൾ ഈ വാൽവ്സിന്റെ സ്ട്രക്ചർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു. സോ ഇതാണ് വാൽവ്സ്. സോ നിങ്ങൾക്ക് ഇത് കാണാം കേട്ടോ, വാൽവ്സ് ഉണ്ട്, ഓപ്പൺ ആകുന്ന കാണാം അല്ലെ? സോ ഇതാണ് അതിന്റെ ആന്റീരിയർ വ്യൂ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ലാറ്ററൽ വ്യൂവിൽ നമുക്ക് കണ്ട ഈ വാൽവ്സ് ഓപ്പൺ ആകുന്ന കാണാം. ഈ വാൽവ്സിന്റെ ഫംഗ്ഷൻ എന്താണ്, ഈ ബ്ലഡിന്റെ ഫ്ലോ ഒരു ഡയറക്ഷനിൽ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ വീനസ് വാൽവ്സിന്റെ പ്രത്യേകത. സോ ഈ വാൽവ് എന്ന് പറയുന്നത് വെയിൻസിലാണ് നമുക്ക് സാധാരണ കാണാനായിട്ട് കഴിയുക. ഇനി അടുത്ത് എന്താണ്, സ്ട്രക്ചർ ഓഫ് ബ്ലഡ് വെസൽസ്. അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിന് ഈ പറഞ്ഞ പോലെ അതിന് സിഗ്നിഫിക്കന്റ് ആയിട്ട് കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലേ? അതായത് ഈ ആർട്ടറിയെയും വെയിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ അതിന്റെ സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. സോ നമുക്ക് ഈ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാവോ? അതായത് ഇതിന്റെ പ്രത്യേകിച്ച് 3 ലെയേഴ്സ് ഉണ്ട് നമ്മുടെ ബ്ലഡ് വെസൽസിന്. എന്തൊക്കെയാണെന്ന് അറിയാവോ? അതായത് നമ്മൾ ഇന്റിമ എന്ന് പറയും. ഇന്റിമ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്നർമോസ്റ്റ് ലെയർ ആണ്. പിന്നെ ട്യൂണിക്ക മീഡിയ എന്ന് പറയും, അത് മിഡിൽ ലെയർ ആണ്. പിന്നെ ടൂണിക്ക എക്സ്റ്റേണ അല്ലെങ്കിൽ അഡ്വന്റീഷ്യ എന്ന് പറയും, അത് അതിന്റെ എക്സ്റ്റേണൽ ലെയർ ആണ്. അങ്ങനെ മെയിൻ ആയിട്ട് 3 ലെയർ ആണുള്ളത്. സോ അതില് ഇത് നോക്കിക്കേ, ഇതാണ് ആക്ച്വലി ഇതിന്റെ മിഡിൽ ലെയർ എന്ന് പറയാം, നമ്മുടെ ടൂണിക്ക മീഡിയ എന്ന് പറയത്തില്ലേ. സോ ഇത് ഒരു ആർട്ടറിയുടെ മിഡിൽ ലെയർ ആണ്. അതേസമയം ഇത് നോക്കിക്കേ, ഇത് ഒരു വെയിനിന്റെ മിഡിൽ ലെയർ ആണ്. സോ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കേ, ഇത് ഒരു ക്രോസ് സെക്ഷൻ വ്യൂ ആയിട്ട് നമുക്ക് ഇപ്പൊ കാണാം. അതായത് അതിന്റെ നടുക്ക് നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കി മനസ്സിലാക്കാം. സോ നോക്കിക്കേ, ഒരു ആർട്ടറിയിൽ ഈ ടൂണിക്ക മീഡിയ എന്ന് പറയുന്നത് കുറച്ച് തിക്കാണ്. അതേസമയം ആ തിക്നെസ് കുറച്ചുകൂടെ കുറവാണ് ഈ വെയിനിൽ അല്ലെ? സോ എന്തുകൊണ്ടാണ് ഈ ആർട്ടറിയുടെ ടൂണിക്ക മീഡിയ അല്ലെങ്കിൽ മിഡിൽ ലെയർ തിക്കായിട്ടിരിക്കുന്നത്? കാരണം അതിന് ഹൈ പ്രഷറിലായിരിക്കും ഹാർട്ടിൽ നിന്ന് ആർട്ടറിലേക്ക് ബ്ലഡ് വരിക. സോ ആ പ്രഷറിന് വിസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ഇതിന്റെ തിക്നെസ് കുറച്ച് കൂടുതലായിരിക്കണം. അതുകൂടാതെ ഇതിന്റെ ലൂമൻ നോക്കിക്കുക, ഇന്നർ ലൂമൻ ഇത് ആർട്ടറിയുടെ കുറച്ച് റൗണ്ട് ആയിട്ട് ഇരിക്കുന്നത്, അതേസമയം വെയിൻ്റെതാണെങ്കിലോ കുറച്ചൊന്ന് പ്രസ് ആയിട്ട് അല്ലെ, കുറച്ചൊന്ന് ഓവൽ ഷേപ്പിലായിരിക്കുന്നത്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. പിന്നെ അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടറിക്കാണ്ട് വാൽവ് ഇല്ല, അതേസമയം വെയിനിന് വാൽവ് ഉണ്ട്. സോ നമുക്ക് ഇതാണ് ഇതിന്റെ എന്താണ് ബ്ലഡ് വെസൽസിന്റെ ബേസിക് ആയിട്ടുള്ള അനാട്ടമി. ഇനി നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇത് നമുക്കിത് ഒരു കൺസെപ്റ്റ് കിട്ടിയല്ലോ. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ഈ അനിമേഷനിലൂടെ നമുക്ക് എങ്ങനെ ഡിസ്കസ് ചെയ്യാം എന്ന് നമുക്ക് കണ്ടു നോക്കാം. സോ ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണുക കേട്ടോ.
അപ്പൊ നമ്മള് ബ്ലഡ് വെസൽസ് അല്ലെ, ബ്ലഡ് വെസൽസിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ അനിമേഷൻ വെച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. സോ ഇനി അതിന്റെ തിയറട്ടിക്കൽ പാർട്ട്, പ്രത്യേകിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഡിസ്കഷൻ. ഞാൻ ഒത്തിരി സമയം എടുക്കത്തില്ല, പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്തോളാം. അതാണ് ഇവിടെ നടക്കുക. സോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഈ തിയറി പാർട്ട് കൂടെ കാണുക കേട്ടോ. അപ്പോ ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി വെസൽസ് ദാറ്റ് ഈസ് ക്യാരിയിങ് ബ്ലഡ് അല്ലെ, അതായത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒക്കെ വെസൽസ് അല്ലെങ്കിൽ പൈപ്പ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, അതിലൂടെ നമ്മുടെ ബ്ലഡ് ക്യാരി ചെയ്യപ്പെടുന്നുണ്ടാവും അല്ലെ. സോ അതിനാണ് നമ്മൾ ബ്ലഡ് വെസൽസ് എന്ന് പറയുക. സോ നമുക്ക് മെയിൻ ആയിട്ട് 6 തരത്തിലുള്ള ബ്ലഡ് വെസൽസ് ഉണ്ട്. അതിൽ നമ്മൾ പലതും ഡിസ്കസ് ചെയ്തു. എനിക്കൊന്ന് ഒരെണ്ണം പോയിട്ട് ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ അനിമേഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു അല്ലെ, നേരത്തെ കേട്ട അനിമേഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. സോ നമുക്ക് മെയിൻ ആയിട്ട് ഉള്ള ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആർട്ടറി, രണ്ടാമത് ആർട്ടീരിയോൾസ്, മൂന്നാമത്തത് കാപ്പിലറീസ്, ദെൻ നമുക്ക് വെന്യൂൾസ്, പിന്നെ വെയിൻസ്, പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ കേട്ടോ. വാസോ വെസോറം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ വാസോ വെസോറം കേട്ടിട്ടുണ്ടോ? ബാക്കിയെല്ലാം എനിക്ക് ഉറപ്പാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആർട്ടറി കേട്ടിട്ടുണ്ട്, ആർട്ടീരിയോൾസ് കേട്ടിട്ടുണ്ട്, കാപ്പിലറീസ്, വെന്യൂൾസ്, വെയിൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല ഈ വാസോ വെസോറം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. സോ ആർട്ടറി ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് ക്യാരി ചെയ്യുന്നത്. അതിൽ ഒരു എക്സെപ്ഷൻ ഉള്ളത് പൾമിനറി ആർട്ടറി ആണ്. ഈ പൾമിനറി ആർട്ടറി ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് ക്യാരി ചെയ്യുന്നത്. ആർട്ടീരിയോൾസ് എന്താ ചെയ്യുക? ഈ ആർട്ടറീസ് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ ഓർഗൻസിലേക്കും കയറുമ്പോൾ ഈ ആർട്ടറീസ് എന്ന് പറയുമ്പോൾ അത് വലിയ പൈപ്പ് അല്ലേ. സോ അത് ഈ വലിയ പൈപ്പിന് എല്ലാ ഓർഗൻസിലും കയറി പോകാൻ പറ്റുന്നില്ല അല്ലെ. സോ ഈ പൈപ്പിന് വലിയ പൈപ്പാണ്. സോ അതിന് എല്ലാ ഓർഗൻസിലേക്കും കയറി പോകാൻ പറ്റുന്നില്ല. സോ അത് ഡിവൈഡ് ചെയ്ത് ചെറിയ ബ്രാഞ്ചസ് ആവും. സോ അതിനെ നമ്മൾ പറയുന്നത് ആർട്ടീരിയോൾസ് എന്ന് പറയുക കേട്ടോ. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എഴുതി വെച്ച് തന്നെ പഠിച്ചോളൂ. ഈ ആർട്ടീരിയോൾസിന് വേറെ ഒരു പേരുണ്ട്. എന്താണ് അതിന്റെ പേര്? റെസിസ്റ്റൻസ് വെസൽസ്. ഇമ്പോർട്ടന്റ് ആണ്, ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഈ ആർട്ടീരിയോൾസിന്റെ വേറെ ഒരു പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം റെസിസ്റ്റൻസ് വെസൽസ് ആണ്. റീസൺ എന്താണ്? അത് ഈ കാപ്പിലറീസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ, അതായത് ഈ ആർട്ടീരിയോൾസ് കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യുന്നത് കാപ്പിലറീസിലാണ് അല്ലേ. സോ ഈ കാപ്പിലറീസിലേക്കുള്ള ബ്ലഡ് ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ആർട്ടീരിയോൾസ് ചെയ്യുക. സോ അതുകൊണ്ടാണ് ഇതിനെ റെസിസ്റ്റൻസ് വെസൽസ് എന്ന് പറയുക. സോ നമ്മൾ ഇത് അനിമേഷനിൽ കൃത്യമായിട്ട് കണ്ടതാണ്. ആർട്ടറി, ആർട്ടീരിയോൾസ്, പിന്നെ കാപ്പിലറീസിലാണ് ടിഷ്യൂസും സെൽസും ഒക്കെ ഉള്ളത്. സോ അവിടെയാണ് നമ്മുടെ എക്സ്ചേഞ്ച് നടക്കുക അല്ലെ. സോ നമ്മൾ ആർട്ടറീസും ആർട്ടീരിയോൾസും കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തേത് കാപ്പിലറീസ് ആണ്. സോ കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, ഒരു ടൈനി ആയിട്ടുള്ള വളരെ തിൻ ആയിട്ടുള്ള നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് ആണ്. മെഷ് പോലെ ഇരിക്കുന്ന ബ്ലഡ് വെസൽ ആണ്. സോ അതിന്റെ ഡയമീറ്റർ എത്രയാണ്? 5 to 10 മൈക്രോമീറ്റർ കേട്ടോ. 5 to 10 മൈക്രോമീറ്റർ ആണ് കാപ്പിലറീസിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ആർട്ടീരിയോൾസ് ഡിവൈഡ് ഇൻടു ടൈനി വെസൽസ്, അതായത് ആർട്ടീരിയോൾസ് പിന്നെയും ചെറുതായിട്ട് ഡിവൈഡ് ചെയ്താണ് കാപ്പിലറീസ് ഫോം ചെയ്യുന്നത്. ഇതിന് വേറൊരു പേരുണ്ട്. ഈ വേറെ പേരൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാവുന്നതാണ്. എന്താണത്? എക്സ്ചേഞ്ച് വെസൽസ്. എന്തുകൊണ്ടാണ് ഇതിന് എക്സ്ചേഞ്ച് വെസൽസ് എന്ന് പറയുക? കാരണം ഈ ഫ്ലൂയിഡ് എക്സ്ചേഞ്ചിനും അല്ലെങ്കിൽ ന്യൂട്രിയൻസിന്റെ ഒക്കെ എക്സ്ചേഞ്ചിന് എവിടെയാണ്? ബ്ലഡും ഇന്റർസ്റ്റീഷ്യൽ സ്പേസും ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ആണ് ഈ കാപ്പിലറീസ്. സോ അതുകൊണ്ടാണ് അതിനെ എക്സ്ചേഞ്ച് വെസൽസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടീരിയോൾസിന് വേറൊരു പേരുണ്ട്. എന്താണ്? റെസിസ്റ്റൻസ് വെസൽസ്. കാപ്പിലറീസിന് വേറൊരു പേരുണ്ട്, എക്സ്ചേഞ്ച് വെസൽസ്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ആ ബ്ലഡ് വെസലിൽ പഠിക്കാനുള്ള എന്താണ്? വെന്യൂൾസ് ആണ്. സോ വെന്യൂൾസ് എന്താണ്? ഈ വെയിൻസിന്റെ സ്മോൾ ബ്രാഞ്ചസ് ആണ് അല്ലെ. അതായത് സെവറൽ കാപ്പിലറീസ് യുണൈറ്റ് ടു ഫോം സ്മോളസ്റ്റ് വെയിൻ. അതായത് ഈ കാപ്പിലറീസ് കഴിഞ്ഞിട്ട് വരുന്ന എന്താണ് കുറച്ചുകൂടെ കാപ്പിലറീസിനേക്കാളും കുറച്ചുകൂടെ വലിയ സ്ട്രക്ചർ, അതേസമയം വെയിനേക്കാളും കുറച്ചുകൂടെ ചെറിയ സ്ട്രക്ചർ ആണ് ഈ വെന്യൂൾസ് എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? റിസീവ്സ് ബ്ലഡ് ഫ്രം കാപ്പിലറി ബെഡ് ആൻഡ് മൂവ്സ് ബ്ലഡ് ഇൻ ടു ദ വെയിൻസ്. അതായത് കാപ്പിലറി ബെഡിൽ നിന്ന് ബ്ലഡിനെ റിസീവ് ചെയ്തിട്ട് വെയിൻസിലേക്ക് മൂവ് ചെയ്യിക്കുകയാണ് ആര് ചെയ്യുന്നത്? വെന്യൂൾസ് ചെയ്യുന്നത്. ഈ വെന്യൂൾസ് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? വെയിൻസിലാണ്. അതിന്റെ ഫംഗ്ഷൻ എല്ലാവർക്കും അറിയാം അല്ലെ. ട്രാൻസ്പോർട്ട് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ഓൾ ദ ടിഷ്യൂസ് ടു ദ ഹാർട്ട്. അതാണ് ഈ വെയിൻസിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാസോ വെസോറം നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. സോ എന്താണ് വാസോ വെസോറം? സോ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് മിക്കവാറും ഇനി വരുന്ന എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത്. എന്താണ് വാസോ വെസോറം? വാസോ വെസോറം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ബ്ലഡ് വെസൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. സോ ബ്ലഡ് വെസലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ഈ ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ട് പോവുക. പക്ഷേ ഈ ബ്ലഡ് വെസലിന്
വളരണമല്ലോ, ഈ ബ്ലഡ് വെസൽ മരിച്ചു പോകാതെ ജീവിച്ചിരിക്കണമല്ലോ. സോ അതിന് എന്ത് വേണം? ഈ ബ്ലഡ് വെസലിനും ഒരു ബ്ലഡ് സപ്ലൈ വേണം അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇത് സപ്പോസ് ബ്ലഡ് വെസൽ ആണെന്ന് വെച്ചോളൂ, ബ്ലഡ് വെസലിൽ കൂടെ അതിന്റെ ഉള്ളിലേക്ക് ബ്ലഡ് ഉള്ളിലൂടെ പോകുന്നുണ്ട് അല്ലെ? പക്ഷെ ഈ ബ്ലഡ് വെസലും വളരണം, ഈ ബ്ലഡ് വെസലിന് ആവശ്യമുള്ള ന്യൂട്രിയൻസും കിട്ടണം അല്ലെ? സോ അതിന് പുറത്തും ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഓഫ് ബ്ലഡ് വെസൽസ് ഉണ്ടാവും. അതിന്റെ പേരാണ് എന്ത്? വാസോവെസോറം. മനസ്സിലായല്ലോ? അതായത് മൈന്യൂട്ട് ബ്ലഡ് വെസൽസ് ദാറ്റ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ വാൾസ് ഓഫ് ദ ലാർജർ വെയിൻസ്. നമ്മുടെ ലാർജർ വെയിൻസിന്റെ പുറത്ത് വരുന്ന ഈ സ്മോൾ അല്ലെങ്കിൽ മൈന്യൂട്ട് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ പറയുന്നത് വാസോവെസോറം എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? സപ്ലൈസ് ദ ട്യൂണിക്ക മീഡിയ ആൻഡ് ട്യൂണിക്ക എക്സ്റ്റേണ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബ്ലഡ് വെസലിന് 3 ലെയർ ഉണ്ട്, ഔട്ടർ, എക്സ്റ്റേണ, ഇന്നർ, ട്യൂണിക്ക മീഡിയ. അപ്പം ഇത് രണ്ടിനും സപ്ലൈ ചെയ്യുന്ന ചെറിയ ബ്ലഡ് വെസലിനാണ് നമ്മൾ വാസോവെസോറം എന്ന് പറയുക. ഈ ഡയഗ്രത്തിൽ കണ്ടോ, ഇതാണ് ഈ കാണുന്നില്ലേ ചെറിയ ചെറിയ ബ്ലഡ് വെസൽ. സോ അതാണ് വാസോവെസോറം. എക്സാമ്പിൾ എന്താണ്? നമ്മുടെ കൊറോണറി ആർട്ടറിയിൽ കാണുന്ന ബ്ലഡ് വെസൽസ്, സ്മോൾ ബ്ലഡ് വെസൽസ് ആണ്. അത് ഒരു എക്സാമ്പിൾ ആണ് ഈ വാസോവെസോറം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആർട്ടറിയും വെയിനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ അനിമേഷൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കണ്ട കാര്യമാണ്. സോ അത് ഞാൻ ഇനിയും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയുന്നില്ല. ഇത് അതിന്റെ ക്രോസ് സെക്ഷൻ ആണ്. ഞാൻ നേരത്തെ ഇവിടെ പറയാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ആർട്ടറിയുടെ ഈ ട്യൂണിക്ക മീഡിയ അല്ലെങ്കിൽ മിഡിൽ ലെയർ എന്ന് പറയുന്നത് നല്ല തിക്കാണ് വെൻ കമ്പയർഡ് ടു വെയിൻ. കാരണം ഞാൻ പറഞ്ഞു നമ്മുടെ ഹാർട്ടിൽ നിന്ന് വളരെ ഹൈ പ്രഷറിലായിരിക്കും ബ്ലഡ് പുറത്തേക്ക് വരിക. സോ ആ പ്രഷറിൽ ബ്ലഡ് ആർട്ടറിലേക്ക് വരുമ്പോൾ ആർട്ടറി പൊട്ടിപ്പോകാൻ പാടില്ല. എന്താണ്? ആർട്ടറി ആവശ്യത്തിന് പ്രഷർ അനുസരിച്ച് ആർട്ടറി വികസിക്കുകയും പ്രഷർ കുറയുന്നതനുസരിച്ച് ചുരുങ്ങുകയും വേണം. സോ അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഈ തിക്ക് ആയിട്ടുള്ള മീഡിയ ആർട്ടറിക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. പിന്നെ സ്ട്രക്ചർ ഓഫ് ആർട്ടറീസ് ആൻഡ് വെയിൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് 3 കാര്യങ്ങളാണ് ഉള്ളത് അല്ലെ? ഒന്ന് തിന്നായിട്ടുള്ള ഇന്റിമ, അതായത് ട്യൂണിക്ക ഇന്റിമ എന്ന് പറയും. ഇന്റർമോസ്റ്റ് സ്ട്രക്ചർ ആണ്. അതിന്റെ പുറത്താണ് ഈ ചെറിയ സെൽസ് ഒക്കെ ഉണ്ട്, അതിന് നമ്മൾ എൻഡോത്തീലിയം എന്ന് പറയും. ഇന്റിമ കഴിഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ സ്ട്രക്ചർ ട്യൂണിക്ക മീഡിയ ആണ്. പിന്നെ ഏറ്റവും പുറത്തുള്ള സ്ട്രക്ചർ ആണ് ട്യൂണിക്ക എക്സ്റ്റേണ എന്ന് പറയുന്നത്. സോ ഇതാണ് സ്ട്രക്ചർ ഓഫ് ആർട്ടറി ആൻഡ് വെയിൻ, അല്ലെങ്കിൽ ഏതൊരു ബ്ലഡ് വെസലിന്റെയും സ്ട്രക്ചർ എന്ന് പറയുക ഇതായിരിക്കും. സോ ട്യൂണിക്ക ഇന്റേണ എന്താണ്? അത് ഇന്നർമോസ്റ്റ് കോട്ട് ഓഫ് ദ ആർട്ടറി ആണ്. അതായത് നമ്മുടെ ആർട്ടറിയുടെ ഏറ്റവും ഉള്ളിലുള്ള കോട്ടിങ്ങിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്യൂണിക്ക ഇന്റേണ എന്ന് പറയുന്നത്. സോ ഇത് എന്താ ഉള്ളത്? കണ്ടെയ്ൻ എ സിംഗിൾ ലെയർ ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം. ഈ ട്യൂണിക്ക ഇന്റേണയില് ഒരു സിംഗിൾ ലെയർ ആയിട്ടുള്ള സ്ക്വാമസ് എപ്പിത്തീലിയം ഉണ്ട്. സോ അതിന് നമ്മൾ പറയുന്ന പേരാണ് എൻഡോത്തീലിയം കേട്ടോ. എൻഡോത്തീലിയം എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ ലെയർ ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം സീൻ ഇൻ ട്യൂണിക്ക ഇന്റേണ. അതിനെയാണ് നമ്മൾ എൻഡോത്തീലിയം എന്ന് പറയുന്നത്. അടുത്ത് എന്താ വരുന്നത്? നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ സ്ട്രക്ചർ ആണ് തിക്കസ്റ്റ് ലെയർ ഇൻ ദ ആർട്ടറി. എന്താണത്? ട്യൂണിക്ക മീഡിയ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ട്യൂണിക്ക മീഡിയ എന്താണ്? ആർട്ടറിയുടെ തിക്കസ്റ്റ് ആയിട്ടുള്ള ലെയർ ആണ്. അതേസമയം ഇത് മീഡിയ എന്താണ്? തിൻ ഇൻ ദ വെയിൻ. വെയിനില് അത് തിന്നാണ്. ട്യൂണിക്ക മീഡിയ തിക്കാണ് ഇവിടെ ആർട്ടറിയിൽ. സോ അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രഷർ കൂടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അതിനെ ഈ ബ്ലഡിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കെൽപ്പ് ഈ ആർട്ടറിക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് അതിന്റെ ട്യൂണിക്ക മീഡിയ എന്ന് പറയുന്നത് തിക്കസ്റ്റ് ലെയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ട്യൂണിക്ക എക്സ്റ്റേണ. സോ അത് എന്ത് സെൽസ് കൊണ്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്? കമ്പോസ്ഡ് ഓഫ് ഇലാസ്റ്റിക് ആൻഡ് കൊളാജൻ ഫൈബേഴ്സ് അല്ലെ? ഇലാസ്റ്റിക് ഫൈബേഴ്സും കൊളാജൻ ഫൈബേഴ്സും കൊണ്ടാണ് നമ്മുടെ ട്യൂണിക്ക എക്സ്റ്റേണ കമ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ട്യൂണിക്ക എക്സ്റ്റേണ എന്ന് പറയുന്നത് തിക്കസ്റ്റ് ഇൻ ദ വെയിൻ. ഒരു വെയിനില് ഈ എക്സ്റ്റേണ തിക്കസ്റ്റ് ആയിരിക്കും. അതേസമയം ട്യൂണിക്ക എക്സ്റ്റേണ എന്താണ്? തിൻ ഇൻ ദ ആർട്ടറി. ആർട്ടറിയിൽ അത് തിന്നായിരിക്കും. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഗീവ്സ് പ്രൊട്ടക്ഷൻ അല്ലെ? അത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. അതുകൂടാതെ ആങ്കറിങ് ടു ദ സറൗണ്ടിങ് ടിഷ്യൂസ്. ബാക്കിയുള്ള ടിഷ്യൂസ് ഈ എക്സ്റ്റേണലിൽ വന്ന് ട്യൂണിക്ക എക്സ്റ്റേണലിൽ വന്ന് ആങ്കർ ചെയ്തിരിക്കാൻ അല്ലെങ്കിൽ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള ഹെൽപ്പും ഈ ട്യൂണിക്ക എക്സ്റ്റേണ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് 3 ലെയേഴ്സ് ഓഫ് ബ്ലഡ്. അപ്പം എന്താണ് 3 ലെയേഴ്സ് നമ്മൾ പഠിച്ചത്? ഇന്നർമോസ്റ്റ് ട്യൂണിക്ക ഇന്റിമ, ട്യൂണിക്ക മീഡിയ ആൻഡ് ട്യൂണിക്ക എക്സ്റ്റേണ. അതുകൂടാതെ നമ്മൾ ഈ ബ്ലഡ് വെസൽസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് പഠിച്ചുവല്ലേ? എന്താണ്? ആർട്ടറി, ആർട്ടീരിയോൾസ്, കാപ്പിലറീസ്, വെന്യൂൾസ്, വെയിൻ, ലാസ്റ്റ് വൺ വാസോവെസോറം. സോ ഇത് മറക്കരുത്. ഇതിന്റെ ഓരോ ഡിഫറെന്റ് നെയിംസ് ചോദിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ വെച്ചിട്ടൊക്കെ എക്സാമിന് ചോദിക്കാം. സോ ഈ രീതിയിൽ നന്നായിട്ട് പഠിക്കാം കേട്ടോ. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കാദമിയിൽ ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും അതോടൊപ്പം ഞങ്ങളുടെ
വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം, അത് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ഈ എക്സാംസിന് ഏത് നഴ്സിംഗ് എക്സാമിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റും ഞങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ DME ബാച്ച് റണ്ണിംഗ് ആണ്. പുതിയ ബാച്ച് നമ്മൾ 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ അഡ്മിഷൻ തുടരുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ബൈ ആൻഡ് ടേക്ക് കെയർ.